ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ചൂടുപിടിച്ച് മുന്നോട്ട് പോകുകയാണ്. ബിജെപി സ്ഥാനാർത്ഥി എം ടി രമേശ് നടത്തിയ റോഡ് ഷോ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ കൂടി. ആതിര, ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ കോഴിക്കോട് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വെളിവാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ പ്രധാനമായി പറയേണ്ടത് എളമരം കരീമും അതുപോലെ തന്നെ MK രാഘവനും എല്ലാം തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്ന ഒരു മണ്ഡലം. അത്തരം ഒരു മണ്ഡലത്തിലേക്കാണ് ജനകീയനായിട്ടുള്ള അതുപോലെ തന്നെ കോഴിക്കോട്ടുകാരനായിട്ടുള്ള ഒരു വ്യക്തി MT രമേശിനെ BJP സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് തന്നെ വലിയൊരു വിപ്ലവം തീർക്കുന്ന സാഹചര്യം അത് ജനങ്ങളിൽ നിന്ന് തന്നെ, ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് നിരന്തരമായിട്ടുള്ള ഇത്തരം ജനങ്ങളുമായിട്ടുള്ള സംവാദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോഴിക്കോട്ടെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. അത് തന്നെയാണ് ഇന്നലെ നമ്മളോട് MT രമേശ് ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചപ്പോൾ അത് വ്യക്തമായതും അത് തന്നെയാണ്. കാരണം കോഴിക്കോട്ടെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. കാരണം കോഴിക്കോടിന്റെ നിലവിലെ വികസന പദ്ധതികളെല്ലാം തന്നെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം കേന്ദ്ര പദ്ധതികളോട് തന്നെയാണ് കോഴിക്കോടിന്റെ മുഖം മിനുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അത്തരം സാഹചര്യം നിലനിൽക്കെ കേന്ദ്ര പദ്ധതികൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് BJP തങ്ങളുടെ പ്രചാരണം ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നിരവധി പദ്ധതികളാണ് കഴിഞ്ഞ കുറച്ച് കാലയളവിൽ തന്നെ കോഴിക്കോട് വന്നിട്ടുള്ളത്. എല്ലാം കേന്ദ്ര പദ്ധതികളിൽ ഉൾപ്പെടുത്തി കൊണ്ടുവന്ന പദ്ധതികളാണ്. എന്നാൽ ഇത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം കേന്ദ്ര പദ്ധതികൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ പേര് മാറ്റി, അതിന്റെ രൂപം മാറ്റി, അത് കേന്ദ്ര പദ്ധതി അല്ലാത്ത രീതിയിൽ ചിത്രീകരിക്കുക എന്നുള്ള പ്രവണത കേരളത്തിലുടനീളം ഉണ്ട്. എങ്കിൽ പോലും ഇത്തരം പദ്ധതികളെല്ലാം തന്നെ കേന്ദ്രം നൽകുന്നതാണ്, കേന്ദ്രത്തിൻ്റെതാണ് എന്നുള്ള പ്രചാരണം അല്ലെങ്കിൽ അത് ആ ഒരു ബോധം ജനങ്ങളിൽ ഉണർത്തുന്ന പ്രവർത്തനം തന്നെയാണ് ജില്ലയിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പല കേന്ദ്ര പദ്ധതികളും കേരളത്തിലെത്തുമ്പോൾ ലാപ്സായി പോകുന്ന സാഹചര്യമുണ്ട്. കാരണം അത്തരം വലിയ വലിയ പദ്ധതികൾ ലാപ്സായി പോകാൻ കാരണം കേരള സർക്കാരാണ് എന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കൃത്യമായിട്ടുള്ള പ്രചാരണം. അതുപോലെ തന്നെ മോദിക്ക് ഒരു വോട്ട് എന്നുള്ള ഒരു മുദ്രാവാക്യം കൂടി ഇതിനകം ഉയർത്തുന്നുണ്ട്. കാരണം ജയിപ്പിക്കേണ്ടത് തങ്ങളെയല്ല മോദിയെയാണ്. ഈ കേരളവും മാറും അതുപോലെ തന്നെ കോഴിക്കോടും മാറും എന്നുള്ളതാണ് പ്രധാനമായി BJP പ്രവർത്തകരും MT രമേശ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതുപോലെ തന്നെയാണ് വടകര ലോക്സഭാ മണ്ഡലവും. അവിടെ യങ്ങായിട്ടുള്ള, അതായത് യുവത്വത്തിന്റെ മാതൃകയായിട്ടുള്ള അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പ്രഫുൽ കൃഷിയാണ് മത്സരിക്കുന്നത്. അദ്ദേഹവും കഴിഞ്ഞ ദിവസം ഇന്നലെയോടുകൂടി പ്രചാരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് മറ്റുള്ളവരെല്ലാം തന്നെ. എങ്കിൽ പോലും തങ്ങളുടേതായിട്ടുള്ള ഒരു പ്രവർത്തന മികവ് കൊണ്ടും അതുപോലെ തന്നെ യുവത്വങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ യൂത്തന്മാർക്കിടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ കൂടിയാണ് പ്രഫുൽ കൃഷ്ണ. അദ്ദേഹത്തിന്റെ പ്രവർത്തനവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രചാരണ ശൈലിയും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തന്നെയാണ് ആദ്യഘട്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഓരോ ദിവസം കൂടുന്തോറും കൂടുതൽ പ്രചാരണ പരിപാടികളുമായി ഇരു സ്ഥാനാർത്ഥികളും ജില്ലയിൽ രംഗത്തുണ്ടാകും എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. ആതിര, ശരി. കോഴിക്കോട് നിന്ന് സോണൽ കൃഷ്ണയാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.